വലിയ ഭാഗ്യമായിട്ടാണ് കാണുന്നത്. നീ എന്നോട് പറഞ്ഞില്ലടാ ഭാഗ്യമാണെന്ന്. അല്ലേ, അത് ഞങ്ങളുടെ ഒരു ഭാഗ്യമായിട്ട് ഞങ്ങൾ കാണുന്നത്. അങ്ങനെ കാണുന്ന ഒരാളായിരിക്കണേ. സാധനം ഇറങ്ങിയില്ലേ പരിപാടി. പിന്നെ എനിക്കൊന്ന് ഇന്റർവ്യൂ കപ്പല് മുതലാളിയാ. എടാ ഇവന്റെ ചേട്ടന്റെ പാട്ട് പ്രൊമോട്ട് ചെയ്യാൻ നോക്കിയതാണ് സത്യത്തിൽ. ഇവന്റെ ചേട്ടനാണ് ആ പാട്ട് പാടിയത്. പക്ഷെ അത് ചക്കിന് വെച്ചത് കൊക്കിന് കൊടുക്കും അതുപോലെ എനിക്ക് കിട്ടിയെന്നുള്ളൂ. സ്വന്തം കൂടി ചേട്ടന്റെ പാട്ട് ഹിറ്റാക്കാൻ നോക്കി അങ്ങനെ വന്നതാണത്. സ്ഥാനത്താണ് നിങ്ങൾ കാണുന്നത്. ചാൻസ് ഉണ്ട് കപ്പൽ മുതലാളി 4K ആണ്. ഉറപ്പ് ഞാൻ ഇറക്കുന്നത് കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കട്ടെ. അതിനുള്ള ശ്രമം നടക്കുന്നുണ്ട്. ചെയ്യാന്ന് പറഞ്ഞു ഡാർവിൻ ചേട്ടൻ ചെയ്യാന്ന്. ഇത് കഴിഞ്ഞിട്ട് അത് ചെയ്യുവാണെങ്കിൽ ഇവൻ അഭിനയിച്ച കാരണവർ എന്ന് പറഞ്ഞൊരു പടമുണ്ട്. തിരക്കിനിടയിൽ മറ്റേ ചാക്കോടെ കുറെ സ്വർണത്തിനിടയിൽ ഏട്ടന്റെ കാപ്പോ മുങ്ങിപ്പോരുതെന്ന് പറഞ്ഞ പോലെ അത് അവിടെ ഇരിപ്പുണ്ടേ സുഹൃത്തുക്കളെ. ഒരാവശ്യമില്ല. ജയചേട്ടന്റെ സ്ക്രിപ്റ്റുകൾ എപ്പോഴും മലയാളികൾക്ക് എക്സൈറ്റ്മെന്റ് സർപ്രൈസ് എലമെന്റ് എന്തായാലും ഉണ്ടാവും. ഹ്യൂമർ എലമെന്റ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. അപ്പം ട്രെയിലർ കണ്ടപ്പോഴും ഒരു ഫീല് കിട്ടി. നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ അതിനകത്ത് കണ്ടായിരുന്നു. അപ്പം ഇങ്ങനൊരു സ്ക്രിപ്റ്റ് ശ്രീനിച്ചേട്ടൻ്റെ അടുത്ത് വന്നപ്പോഴേക്കും എന്തായിരുന്നു റിയാക്ഷൻ? ഇത് ഈ നടന്ന സംഭവം ഇതൊരു എന്താ പറയണ്ടത്, ഇതിന്റെ ഒരു സ്ക്രീൻ പ്ലേയോ അതൊന്നും അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ ഈ നടന്ന സംഭവം എൻ്റെ കൂട്ടുകാരൻ്റെ ജീവിതത്തിൽ നടന്ന ഈ സംഭവം അതേപടി ഒരിടത്തിന് അറേഞ്ച് ചെയ്ത് പ്രശ്നമുണ്ടോ? ആരുടെയും ഫോണുണ്ടോ? ഇരിക്കണം മുഴുവൻ ഫോണല്ലേ. ഫോണ് മൈക്കിന്റെ അടുത്ത് ഫോണൊന്നും ഇപ്പൊ അങ്ങനെ വെച്ചൊന്നും വരികയില്ല. ഇതൊക്കെ പണ്ട് കാലത്ത. ശരി. അപ്പൊ അച്ഛൻ്റെ അടുത്ത് ഈ സംഭവം അതേപടി, ഈ നടന്ന സംഭവം, ആ രാത്രിയിൽ നടന്ന ആ സംഭവം അതേപടി പറയുക ചെയ്ത്. അപ്പൊ പുള്ളി അതിനെ ഒരു എന്താ പറയുക, ഇതെങ്ങനെ സിനിമയായി വരും ഒക്കെ, ഇത് സിനിമയായി വന്നാൽ രസം ഉണ്ടാവും എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് നമ്മള്. അപ്പൊ ഞാൻ ചോദിച്ചു, ഇതില് എൻ്റെ അച്ഛനായിട്ടാണ് അപ്പോൾ അച്ഛൻ അഭിനയിച്ചിരിക്കുന്നത്, അപ്പൊ അതിനകത്ത് ഒരു ചെറിയൊരു വേഷം ഉണ്ടെന്ന് ചോദിച്ചാൽ പുള്ളി സന്തോഷത്തോടെ വന്ന് ചെയ്തു തന്നു. അത് അതുകൊണ്ടല്ലടാ നമ്മൾ കഴിഞ്ഞ വർഷം തൊട്ട് ഇത് റിലീസ് ചെയ്യാൻ കാരണം കഴിഞ്ഞ വർഷം നമ്മൾ ഓണത്തിന് നോക്കിയപ്പോൾ ഇവർ കൊണ്ടലുണ്ടായിരുന്നു. കൊണ്ടലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, മിന്നലിന്റെ എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്, പിന്നെ ഏതാണ് നടന്ന സംഭവം. ഇപ്പൊ എന്റെ ഡിറ്റക്റ്റീവ് വിജിലന്റെയും എക്സിക്യൂട്ടീവ് പ്രൊഡ്യൂസറാണ്. അപ്പൊ ഇവരുടെ തന്നെ സിനിമകൾ കറക്റ്റ് സമയത്ത് ഓരോ സിനിമകൾ ഉണ്ടായത് കൊണ്ട് തന്നെ അപ്പൊ നമ്മളൊരു സമയം നോക്കി പിന്നെ എല്ലാം ഈ തിരക്കും പരിപാടി എല്ലാം, കാരണം കഴിഞ്ഞ മാസങ്ങൾ വർഷങ്ങളൊക്കെ എല്ലാ ആഴ്ചയും 3-4 റിലീസൊക്കെ ഉണ്ടായിരുന്ന സമയം. അപ്പൊ അതുകൊണ്ട് തന്നെ അപ്പൊ അത് അങ്ങനെ നമ്മള് ഒരു കറക്റ്റ് ഒരു സമയം നോക്കി. പിന്നെ ഈ ഫെബ്രുവരി മാസം ഞാൻ ആക്ച്വലി എനിക്ക് കമ്മിറ്റ്മെന്റ് ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ നമ്മള്